ഈ വീഡിയോയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ആണ്. നമ്മൾ കുറേ നാളായി ഇറാൻ്റെ സൈഡ് നോക്കിയിട്ട് ഒരു 4-5 ദിവസമായി. അവിടെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പൊട്ടിത്തെറികൾക്ക് കുറവൊന്നുമില്ല. അബദാൻ എന്ന് പറഞ്ഞ ഒരു ഓയിൽ റിഫൈനറി കത്തുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇന്നലെ ഇത് വലിയ തോതിൽ വാർത്തയായ ഒരു വിഷയമായിരുന്നു. അപകടം എന്നാണ് പറയുന്നത്, പക്ഷേ പൊട്ടിത്തെറിയാണ്. അപ്പോൾ ഈ ഒരു അപകടത്തിൽ ഏതാണ്ട് 3-4 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവുന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇറാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരാൾ കൊല്ലപ്പെട്ടു, 3 പേർക്ക് ഗുരുതരമായ പരിക്കെന്നാണ്. പക്ഷെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് മൊത്തത്തിൽ 4 മരണം എന്നാണ് ഈ ഒരു പൊട്ടിത്തെറിയിൽ. അതുപോലെ തന്നെ അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ബസ്, അതായത് റോട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പൊട്ടിത്തെറിക്കുകയാണ്. അതായത് പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാൽ പൊട്ടിയ പാട് തന്നെ കമന്ന് വീണ് ആ റോഡിൽ കിടക്കുകയാണ്, ആ റോഡിന്റെ മിഡിലിൽ കിടക്കുകയാണ്. ഇതിൽ ഒരുപാട് പേർക്ക്, അതായത് 10-50ഓളം യാത്രക്കാർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇതിനകത്ത് 21 പേർ കൊല്ലപ്പെട്ടു, 34 പേർക്ക് ഗുരുതരമായ പരിക്കെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ ബാങ്കിങ് സിസ്റ്റം മൊത്തത്തിൽ തകരാറാണ്. ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറാന്റെ ഉള്ളിലുള്ള ബാങ്കിങ് സിസ്റ്റത്തിലുള്ള കംപ്ലീറ്റ് ഡേറ്റ ചോർത്തിക്കൊണ്ടുപോയി. അത് മൊസാദ് തന്നെയാണ് ചോർത്തിയത്, അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അവർക്ക് ക്രെഡിറ്റ് കാർഡ് മെഷീനോ അല്ലെങ്കിൽ ഈ POS ടെർമിനൽസ്, അത് കാർഡ് പേയ്മെന്റ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പല ATMകളും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. പലരുടെയും ATM കാർഡ് ഇടുമ്പോഴത്തേക്കും നോ ഇൻഫർമേഷൻസ്, അതായത് പേര്, വിവരങ്ങൾ, കംപ്ലീറ്റ് ഈ കാര്യങ്ങളെല്ലാം തന്നെ എറൈസ് ആയിരിക്കുകയാണ്. ഈ ഒരു വിഷയം ഇറാന്റെ ഉള്ളിൽ വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. കാരണം ഇത് പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം. അതുപോലെ തന്നെ IRGCയിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും പേടിയാണ്. അവർക്ക് നേരെ ഏതെങ്കിലും വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ സംശയത്തോടു കൂടി നോക്കുക, എന്നിട്ട് അവരെ ചോദ്യം ചെയ്യുക. അങ്ങനെ പല രീതിയിലും പൊതുജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ ഒരു IRGC ഭരണകൂടത്തിൽ നിന്നും, ഈ IRGC ഉദ്യോഗസ്ഥരിൽ നിന്നും. അങ്ങനെ ഒരു IRGC ഉദ്യോഗസ്ഥൻ സാധാരണ കടന്നുപോയ ഒരു ഫാമിലിയിൽ ഈ കാറിൽ കടന്നുപോയ സമയത്ത് ആ കാറിന് നേരെ വെടിയുതിർത്ത് ആ കാറിൽ സഞ്ചരിച്ച മുഴുവൻ ആൾക്കാരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു കൊച്ചിന്റെ പ്രായം ജസ്റ്റ് 3 വയസ്സ് മാത്രമാണ്. ഈ ഒരു വിഷയം വലിയ തോതിൽ ഇറാന്റെ ഉള്ളിൽ ചർച്ചയാകുന്നുണ്ട്. ഇതിനെ റേസ പഹ്ലവി തന്നെ ഇതിനു വേണ്ടിയിട്ടൊരു പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. റേസ പഹ്ലവി ഇറാന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് എങ്ങനെയെങ്കിലും ഈ ഒരു IRGCയെ ഒന്ന് ഡീഗ്രേഡ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടുമോ എന്നാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് റേസ പഹ്ലവി ഇതൊക്കെ മോണിറ്റർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പുള്ളി എക്സ്പോസ്റ്റ് ഇടുന്നതിന് ഉപരിയായിട്ട് അവിടെ ഇറാന്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ ഇതിനെ അട്ടിമറിക്കാൻ, ഈ ഒരു IRGC ഭരണകൂടത്തിനെ അട്ടിമറിക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. കാരണം അങ്ങനെ ഒരു പ്രായോഗികത പുള്ളിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഈ ഒരു IRGC റെജീമിനെ അട്ടിമറിക്കാൻ പറ്റുമായിരുന്നു. കാരണം ആ രീതിയിലുള്ള ഗ്ലോബൽ കമ്മ്യൂണിറ്റി, ഇറാന്റെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഡയസ്പൊറ, ഇറാന്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ഇറാനിയൻസ്, ശരിക്കും റേസ പഹ്ലവിയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ വെളിയിലുള്ള ഫ്രീഡവും ഇറാന്റെ ഉള്ളിലുള്ള ആ ഒരു ജീവിത രീതി നോക്കുമ്പോഴത്തേക്കും അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം അഫ്ഗാനിസ്ഥാനിലെ ആൾക്കാർ താമസിക്കുന്നില്ലേ? പക്ഷേ അതേസമയം പുറത്തു പോയി പുറം രാജ്യങ്ങളിലുള്ള കൾച്ചറും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും IRGC ഭരണകൂടത്തിനോട് ഒരു വിയോജിപ്പുണ്ടാവും. ആ വിയോജിപ്പാണ് പിന്നീട് പല രീതിയിലുള്ള സംഘടനകൾ ആഗോളതലത്തിൽ ഇങ്ങനെ ഒത്തുകൂടാനുള്ള സാഹചര്യം ക്രിയേറ്റ് ആകുന്നത്. ഈ റേസ പഹ്ലവിക്കുള്ള സപ്പോർട്ടെല്ലാം തന്നെ ഇന്റർനാഷണൽ സപ്പോർട്ടാണ്. അതായത് ഇറാന്റെ ഉള്ളിലുള്ളതിനേക്കാളും ഇറാന്റെ വെളിയിലാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത്. നോബൽ ലൂറേറ്റ്, ഒരു സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയ വ്യക്തിയാണ് ഷിർനി ഇബാദി എന്ന് പറഞ്ഞ ഈ ലേഡി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ IRGC ഭരണകൂടം ചെയ്തത് വളരെ വലിയൊരു കുറ്റകൃത്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഏത് രീതിയിൽ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊന്നും പറയുന്നില്ല. ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നത് ഇറാനിയൻ ജനങ്ങളുടെ ഉള്ളിലേക്ക് IRGCക്ക് എതിരെയുള്ള ഒരു ഫയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിതുവരെ ഒന്നും പറയാനായിട്ടില്ല. കാരണം ഇതുപോലെ പല ഇൻസിഡന്റും ഇറാന്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം തുടരെയുള്ള ഇൻസിഡൻസ് ആണ് ഇറാന്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിനൊരു എൻഡ് ഉണ്ടാവും. ആ ഫുൾ സ്റ്റോപ്പ് എപ്പോഴാണെന്നുള്ളതാണ് മറ്റുള്ളവരൊക്കെ നോക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ നോക്കിയിരിപ്പുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന്റെ മേളിൽ സാങ്ഷൻ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സാങ്ഷനെ പുല്ലുപോലെ തള്ളിക്കളയാണ് ഇറാൻ എപ്പോഴും അങ്ങനെയാണ്. അവർക്ക് ഇനി ഏത് രീതിയിൽ ഏത് കുഴി ചാടണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ബോൾഡായിട്ട് ചാടുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇറാന്റെ മേളിൽ സാങ്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് യൂറോപ്യൻ യൂണിയൻ തന്നെയാണ് നഷ്ടം എന്നുള്ള നിലയിലാണ് അവരുടെ നിലപാട്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ടോക്കിന് സമ്മതിക്കണം. ഇതുവരെ ന്യൂക്ലിയർ ടോക്കിന് സമ്മതിച്ചിട്ടില്ല. ആക്സിയോസ് എന്ന് പറഞ്ഞൊരു പത്രം മാത്രം പറഞ്ഞിട്ടുണ്ട് ഇറാൻ നെക്സ്റ്റ് വീക്ക് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ചില രാജ്യങ്ങളുമായിട്ട്, അതായത് ഈ ഒരു IAEA മെമ്പർഷിപ്പുള്ള ഒരു 4 രാജ്യങ്ങൾ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK, ഇങ്ങനത്തെ ചില രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആക്സിയോസ് എന്ന് പറഞ്ഞ മാധ്യമം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു മാധ്യമവും ഇത് കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഓപ്ഷനായിട്ട് അവിടെ വെക്കാവുന്നേ ഉള്ളൂ. ഇറാൻ ആയതുകൊണ്ട് തന്നെ മാറിയും തിരിഞ്ഞും എങ്ങനെ വേണേലും അവർ പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കൺഫേം ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വെള്ളം, ജലക്ഷാമം,
കുടിവെള്ളം ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഇറാന്റെ ഉള്ളിൽ. പ്രത്യേകിച്ച് ഈ ഒരു അഫ്ഗാനിസ്ഥാൻ ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ കുടിവെള്ളം ഇല്ല എന്നുള്ള അവസ്ഥയാണ്. പലരും ക്യാൻ കണക്കിൽ കുടിവെള്ളം വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതേ സ്ഥിതി അഫ്ഗാനിസ്ഥാന്റെ സൈഡിലും ഉണ്ട്. അഫ്ഗാനിസ്ഥാനിലും ഇതേ കുടിവെള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുപോലെ ബെൽജിയം പാർലമെന്റ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ബെൽജിയത്തിൽ ഇപ്പം IRGC എന്ന് പറഞ്ഞ ഇറാന്റെ ഒഫീഷ്യൽ ആർമിയെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുകയാണ് ബെൽജിയം. അതുപോലെ വരുന്ന തിങ്കളാഴ്ച നാളെ ഇറാനും റഷ്യയും കൂടി ചേർന്ന് ഒരു നേവൽ ഡ്രിൽ, കാസ്പിയൻ സീ ഭാഗത്ത് ഒരു നേവൽ ഡ്രില്ല് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അത് നാളെ നടക്കും എന്നാണ് പറയുന്നത്. ഇറാന് ഇപ്പോൾ കുറച്ച് സന്തോഷത്തിലാണ്. കാര്യം വേറെ ഒന്നുമില്ല, ഈ സിറിയക്കുള്ളിൽ നടക്കുന്ന വിഷയങ്ങളെ ചൊല്ലിയാണ് അവർ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. കാരണം ഇത്രമാത്രം സുന്നികൾ തോക്കെടുത്തുകൊണ്ട് പോകുന്ന രംഗം അവർ കണ്ടല്ലോ, അതിൽ അവർ വളരെ ഹാപ്പിയാണ്, സംതൃപ്തരാണ്. അവർ പറഞ്ഞത് ഈ അസാദ് റെജീമിന്റെ ഫോൾ, ഈ അസാദ് റെജീമിന്റെ തകർച്ച ശരിക്കും സിറിയയ്ക്ക് മാത്രമല്ല, സിറിയയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന മുഴുവൻ അറബ് രാജ്യങ്ങൾക്കും കൂടി ഒരു തകർച്ചയായി തന്നെ കണക്കാക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് അവരെങ്ങനെയാണ് പറഞ്ഞു വരുന്നത് മനസ്സിലായല്ലോ. അതായത് ഇറാന്റെ കൺട്രോളിലുണ്ടായിരുന്ന ഷിയ ഭരണകൂടം ഭരിച്ചിരുന്ന സിറിയ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് അവസരം കിട്ടിക്കഴിഞ്ഞാൽ സുന്നികൾക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കണോ അതേ രീതിയിൽ തന്നെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അതാണ് നമ്മൾ പറയുന്നത്, ഈ ഷിയ സുന്നി എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കോൺഫ്ലിക്റ്റ് ആണ്. അത് ഫുൾ ലെങ്ത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരിക്കലും ഒത്തുചേർന്ന് പോകത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഒരു പൊതുശത്രു വരുമ്പോഴത്തേക്കും ഇവർ ഒരുമിച്ച് വരുന്നത് പോലെ അഭിനയിക്കും. പക്ഷേ ആ പൊതുശത്രു മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിൽ തന്നെയാണ് ശത്രുത. അതിഭീകരമായ ശത്രുതയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെളിച്ചാകുന്ന ശത്രുതയാണ് ഇവർ രണ്ടും തമ്മിലുള്ളത്. അതുപോലെ തന്നെ ഇറാന്റെ ഇന്റലിജൻസ് ഓഫീസർ, എല്ലാവരും ഇവരൊക്കെ എന്ത് ഇന്റലിജൻസ് ഓഫീസറാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് ഇൻഫിൽട്രേഷൻ അത് ഇസ്രായേലിൻ്റെ ഉള്ളിലും ഉണ്ട്, ഇറാന്റെ ഉള്ളിലും ഉണ്ട് എന്നാണ് അവർ സമ്മതിക്കുന്നത്, ഓപ്പണായിട്ട് സമ്മതിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ ഉള്ളിൽ വലിയ തോതിൽ ഇറാൻ എന്തെങ്കിലും ഈ ഒരു ഇടപെട്ട കാലത്ത് ഈ 12 ദിവസത്തെ യുദ്ധം നിർത്തി സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു അൺഫോർമൽ സീസ് ഫയർ എന്ന് രണ്ട് രാജ്യങ്ങളും അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം ഇസ്രായേലിന്റെ ഉള്ളിൽ വലിയ തോതിൽ ഇറാൻ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് മൊസാദ് ഇറാന്റെ ഉള്ളിൽ നടത്തുന്നത് പോലെയുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ അവർ ഇറാന്റെ ഇന്റലിജൻസ് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇൻഫിൽട്രേഷൻ ആയിട്ടുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം നേരെ മറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം നിർത്തി, ഈ 12 ദിവസത്തെ യുദ്ധം ഇസ്രായേൽ നിർത്തിയതിനു ശേഷം തുടർച്ചയായിട്ട് എല്ലാ ദിവസങ്ങളിലും എവിടെയെങ്കിലൊക്കെ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ 2 പൊട്ടിത്തെറികൾ, ബസ്സും ഓയിൽ റിഫൈനറിയും, ഇങ്ങനത്തെ സംഭവങ്ങൾ തുടർഗതയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഞങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിലും ഞങ്ങളുണ്ട്, ഇസ്രായേലികളും ഇറാന്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത് പൊതുജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം പൊതുജനങ്ങളെ കൺവിൻസ് ചെയ്യണം, അതായത് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വന്തം രാജ്യത്തിന്റെ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇസ്രായേൽ മാത്രമല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, ഞങ്ങളും അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അത്. ഇറാൻ ഇസ്രായേലിന്റെ ഉള്ളിൽ സക്സസ്ഫുൾ ആയിട്ട് ഒന്നും തന്നെ നടത്തുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നേരെ മറിച്ച് അവരുടെ രാജ്യത്തിനുള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. പൊട്ടിത്തെറികളാണ്. പിന്നെ ഇത് ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റിലാണ്. പാകിസ്ഥാന്റെ ഉള്ളിൽ പാകിസ്ഥാൻ ആർമിയിലെ ഒരു മേയറെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈക്കിൽ ബോംബ് വെച്ച് അയാളുടെ വണ്ടി പോകുന്ന സമയത്ത്, കാർ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ബൈക്കിലുള്ള ബോംബ് പൊട്ടിത്തെറിച്ച് ഈ ഒരു വ്യക്തി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പേരും ഇവരൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു അറ്റാക്ക് നടന്നിട്ടുണ്ട്, മേയർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കുറേ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.